സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക, ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തി വരികയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണവും പിന്തുണയും നൽകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം വലിയ ആശങ്കയുണർത്തുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ 21 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ വയനാട് സന്ദർശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ സമീപിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രധാന നിർദ്ദേശം. ഇതിലുള്ള രോഗലക്ഷണങ്ങൾ പ്രധാനമായും ഇതൊക്കെയാണ്: വയറിളക്കം, പനി, വയറുവേദന, ഛർദി. ഇത്രയും രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രധാന നിർദ്ദേശം. പ്രത്യേകിച്ച് മലിനജലം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം, ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കണം തുടങ്ങിയ മുൻകരുതലുകൾ കർശനമായി തന്നെ പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം ലഭിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രത തന്നെ പാലിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ലഭിക്കുന്ന നിർദ്ദേശം. എന്തായാലും വലിയ രീതിയിൽ ഷിഗല്ല രോഗം വലിയൊരു ആശങ്ക പടർത്തുകയാണ്. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വയറുവേദന, വയറിളക്കം, ഛർദി, പനി, ഇതൊക്കെ ഈ ഒരു രോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ സമീപിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും നിർദ്ദേശം ലഭിക്കുന്നത്. എന്തായാലും കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരമൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കുന്നതിനുമായി സർക്കാർ അടിയന്തര ഇടപെടലൊക്കെ നടത്തി വരികയാണെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങൾ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഒക്കെ നൽകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ജാഗ്രത പാലിക്കണം, ശുചിത്വം ഉറപ്പാക്കണം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കണം.